Hello guys, it's me Gojoj Forex. അപ്പോൾ ഇന്ന് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് മൾട്ടിപ്ലെയർ ലെറ്റ്സ് പ്ലേ ആണ്. ചെക്കന്മാരൊക്കെ വരുന്നതാണ്. ഇപ്പം അടുത്ത് എന്തായാലും വരും, നാളായിട്ടൊക്കെ നോക്കാം. അപ്പോൾ ഇന്നത്തെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ വേൾഡ് ഞാൻ അധികം കണ്ടിട്ടുണ്ടാവില്ല. സ്റ്റാർട്ടിങ്ങിലായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം കുറേ മാസം, ഒരു മാസം 1.5 മാസമായി വീഡിയോ ഇട്ടിട്ട്. നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഇത് വരുന്നില്ല, ചെറിയൊരു ബ്രേക്കിന് പോയതാണ്. അങ്ങനെ ബ്രേക്കൊക്കെ എടുത്ത് ഇതാണ് ഇപ്പോൾ ഗെയിം അങ്ങോട്ട് അധികം കളിക്കുന്നില്ല. ഫുൾ ടൈം യൂട്യൂബും പിന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കിയിട്ട് നടക്കുകയാണ്. വലിയ രീതിയിൽ ഒരു കാര്യമൊന്നും ചെയ്യുന്നില്ല. പണ്ടത്തെ പോലെ ഗെയിം കളിക്കുള്ള തോരൊക്കെ പോയി ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഗെയിം മാത്രമായിട്ട് കുറേ കളിക്കും. മൈൻക്രാഫ്റ്റ് നമ്മളിട്ട് കൂടാൻ വിചാരിച്ചാൽ അവരുടെ കൂടെ കളിക്കും. പിന്നെ മിനിമിലിറ്റിയ അവൻ്റെ കൂടെ കളിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വേൾഡിൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ 83 ദിവസമായി. നമ്മൾ നിർത്തുമ്പോൾ ഒരു 86, 87, 86 ഡേ ആയിട്ട് എന്തായാലും എടുക്കും. കാരണം ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചെന്ന്. പിന്നെ വില്ലേജർ ബ്രീഡറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവസാനം ഇവിടുന്ന് ഇറങ്ങിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് എന്തെങ്കിലും നോക്കി വെക്കണം അപ്ഡേറ്റ്. ഞാൻ ഇപ്പോൾ നോക്കിയിട്ടില്ല ഒന്നും. ആകെ മീൻസ് ഒരു വീഡിയോ ഇടാനുള്ള പണ്ടത്തെ പോലെ ഭയങ്കര ഇതായിരുന്നു. മുന്നത്തെ ചാനലായാലും അറിയാം, ഞാൻ അങ്ങനെ വീഡിയോ ഇങ്ങനെ ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ റീച്ച് അത്യാവശ്യം റീച്ച് കാര്യങ്ങളൊക്കെ കയറിയിരുന്നു. ഇത് ഫുൾ വീഡിയോയിൽ തീരെ റീച്ച് കിട്ടുന്നില്ല, ആരും കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇടും. അങ്ങനെയാണ് കഴിച്ചത്. വീഡിയോ കണ്ടിരിക്കുന്നു. കൂടുതലായിട്ട് വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. നമ്മുടെ ഈ മ്യൂസിക് ഭയങ്കരമായിട്ട് കൂടുതലാണ് മൈൻക്രാഫ്റ്റിൽ, അതൊന്ന് പുറത്തേക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിന് ഇനിയിപ്പോൾ എന്താ ഞാൻ കാണിച്ചതാണുള്ളത്, എന്താപ്പോൾ കാണിച്ചത്. നമ്മുടെ കയ്യിൽ മറ്റേ സ്കോപ്പ്, അലൻസ, പിന്നെ ലീഷ്, ബോട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അന്നുണ്ടാക്കിയതിൻ്റെ ബാക്കി ഫുൾ ക്ലിയർ ചെയ്തിട്ട് വെച്ചാൽ. വണ്ടി പോണ സൗണ്ടൊക്കെ ഉണ്ട്, ക്ഷമിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. മൂഡ് കിട്ടില്ല, സോറി, ഞാനൊരു മൂഡ് കിട്ടില്ല. പക്ഷേ നമ്മൾ ചേഞ്ച് ചെയ്യും. ആ ഒരു ഒറ്റ മൈൻഡിലാണ് നിൽക്കുന്നത്. റെക്കോർഡിങ് തന്നെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി നോക്കുക. കുറവായിരുന്നു, അത് പെട്ടെന്ന് തീർക്കാൻ നോക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ഇതുണ്ട്, ലെങ്ത് ഉണ്ട്. നമ്മുടെ മേലെ ചിമ്മണി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വോയിസ് ഓവർ ചെയ്യണ്, ഡയറക്റ്റ് വോയിസ് ചെയ്തില്ല. ഇതിൻ്റെ അടിയിൽ കുറച്ച് സ്ഥലമുണ്ട്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് നിർത്തിയിട്ട് അറിയില്ല. കാരണം മോബ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടേ ഫുൾ പ്രോബ്ലമാണ്. മറ്റേ അടി കയറി നിന്നിട്ട് നമുക്ക് ഉറങ്ങാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. ഇതാണ് നമ്മുടെ വില്ലേജ് ബ്രീഡർ. എത്ര വില്ലേജ് ഉണ്ട്? 6 വിട്ട് വെച്ചിട്ടുണ്ട് മൊത്തം. ഞാൻ ഇറങ്ങുമ്പോൾ 2 ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. ഇപ്പോൾ അവരുടെ മേലെ കയറ്റണം. അതാണ് നെക്സ്റ്റ് പണി. കണ്ടോ, ഇതിൽ ആകെ 2 വില്ലേജറേ പാടുള്ളൂ, 4 ചെറിയ കുട്ടികൾ വളർന്നിട്ട് അധികം അങ്ങോട്ട് വീഴണില്ല തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് എൻ്റെ കയ്യിൽ ലീഷ് ഉണ്ടല്ലോ, ലീഷ് എടുക്കാൻ വേണ്ടി പോകാൻ. അപ്പോൾ ബോട്ടും ലീഷും നമ്മുടെ കയ്യിൽ എടുത്തിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുക്കാം. വില്ലേജ് ഇതിൻ്റെ അടുത്ത് തന്നെ, കുറച്ച് ദൂരം ഉണ്ടെന്നുള്ളൂ. വില്ലേജ് അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. നമുക്ക് ആദ്യം നമുക്ക് കയറാം. ബോട്ട് ഇതെന്താ കാണിക്കാത്തത്? കാണിക്കുന്നുണ്ട്. അങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ചാടുക. ഇവരെന്താ കയറാത്തത്?
ഒരാൾ കയറി ഇനി മറ്റാളെ പിടിച്ച് തള്ളണം. അപ്പത്തിന് മറ്റാൾ കയറണാവോ. തള്ള രാമൻ പോട്ടെ ഇതതിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേനും മറ്റാൾ കയറി. എന്തൊരു കഷ്ടമാണ്. ക്യാരറ്റ് കട്ട് ചെയ്യണ്ടേ. ഓക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. പ്ലേസ് ചെയ്യട്ടെ. മറ്റാൾ കയറി കേരള ഈ വില്ലേജ് പാർട്ടാണ് ഏറ്റവും ദേഷ്യം. അടുത്ത് എന്തൊരു കഷ്ടം. ആദ്യം വില്ലേജർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിട്ട് ബോട്ടച്ച് പ്ലേസ് ആവുന്നില്ല. അങ്ങനെ മൂട് പ്ലേസ് അവിടെ പ്ലേസ് ആയിട്ട് ഇനി കയറിയില്ലെങ്കിൽ മളങ്ങടിയാണ്. താക്കും മക്കടി കിട്ടും. ഒരുത്തനെ എൻ്റെ അടി കിട്ടിയത്. എടാ ഒന്ന് ആടാളിയാ കയറ് പോട്ടില്ലേ. ഓക്കെ അങ്ങനെ ഓൻ കയറിയുണ്ട്. ഇനി ഇവനും കൂടി കയറിയാൽ അതിൻ്റെ ഇടയ്ക്ക് മറ്റേ വില്ലേജർ കയറണാവും. ഫാമിലി കയറി അങ്ങോട്ടല്ലടാ അളിയാ ഇങ്ങോട്ട് കയറടാ. ഓക്കെ ഗൈസ്, അപ്പോൾ അത് റെഡി ആയിട്ടാണ്. നമുക്ക് ഗൈസ് പെട്ടി വാട്ടർ സെറ്റ് കൊണ്ടുപോയി. അപ്പം ഇത് പെട്ടി വാട്ടർ സെറ്റ് അടിക്കണം. വേറെ ഒന്നുമില്ല. പിന്നെ ബ്ലോക്ക് വെച്ച് തന്നെ ഉയർത്താം. ബെഡ്റൂക്കിലുള്ള 8 അതും കറക്റ്റ് സ്ഥലം ഒട്ടിച്ച് നമ്മുടെ ബെഡ്റോക്ക് എഡിഷനിൽ നമ്മുടെ ബോട്ടിൽ എന്നല്ല ബോട്ട് നമുക്ക് എന്താ പറയുക, ലീസ് ചെയ്യാൻ പറ്റും. ലിഡ് വെച്ചിട്ട് ലീസ് ചെയ്യാം. അതൊരു നല്ലൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ ഓക്കെ മൈൻ നമുക്ക് ഇനി അടിയിലേക്ക് പോയി ഇവരിനെ ഇതാക്കണം. ഇവരെവിടെ ഇവിടെ ഇരിക്കുന്നത്. ബ്ലോക്ക് പൊട്ടിക്കണം. ഇനിയിപ്പോൾ ഈ ബ്ലോക്ക് പൊട്ടിക്കണ്ട, നമുക്ക് കഴിഞ്ഞിട്ട് പൊട്ടിക്കണം. പിന്നെ ഉണ്ടാക്കുക അറിയാണ്ട് വലിച്ചെറിയ പോലെ ഇത് വരണ്ടേ. കയറ് പൊട്ടല്ലേ, കയറ് പൊട്ടു. എന്നിട്ട് ഇറങ്ങടാ. ഓക്കെ കുറച്ച് ഇങ്ങോട്ട് വലിക്കണം. 6 വില്ലേജറായി. മൊത്തം 20 വില്ലേജർ വേണം. ഇനിയിപ്പോൾ ബാക്കി 6 എത്ര വേണം? 14 ബെഡും കൂടി ഉണ്ടാക്കണം. നല്ലതാണ് കറക്റ്റ് ആവുള്ളൂ. 14 ബെഡും കൂടി. ഇനി മൈൻഡ് പോലെ ഇതിനെ ലീസ് ചെയ്ത് നമുക്ക് മേലക്കാക്കണം. ഭയങ്കര ചൊറ പരിപാടിയാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല. ഫുൾ ടൈം ചൊറ പരിപാടിയാണ്. ഈ വില്ലേജസിന് നല്ല പോലെ റിലീസ് ചെയ്യണം. മതി പുറത്തേക്കും വേണം. ഒരെണ്ണം ഒന്ന് അതുകൊണ്ട് ഭാഗ്യം. ഇല്ലെങ്കിൽ 4 ഭാഗത്ത് കൂടിയിരുന്നു. കുറേ ബോട്ട് ഇവിടെ വെച്ചേക്കണ തന്നെ ഇവരിങ്ങനെ ചാടി പോകുമ്പോൾ പിടിച്ച്, അതായത് ബോട്ടിലെങ്ങനെ എടുത്തു കൂടെ പോയി അതിൽ കയറും. അതിൻ്റെ ഒരു സുഖത്തിലാണ്. ലിറ്ററലി ഷിറ്റ് അവസ്ഥ. ഞാനൊക്കെ പ്ലാങ്കിലുണ്ടാക്കി, അല്ല ഷെഡിലുണ്ടാക്കി, സ്ലാബിൽ ഇവനെ മേലെ കയറ്റണം. അടിയിട്ട് സ്ലാബിൽ കൂടെ ഗ്ലിച്ചായി പോയാൽ വേറെ വില്ലേജൊന്നും കയറി സെറ്റായിട്ട്. ഇപ്പോൾ നീ എങ്ങനെ അപ്പുറത്ത് വീണില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് തന്നെ കൊല്ലും. ഒന്നും നോക്കില്ല. അടിക്ക് വില്ലേജസിൻ്റെ ഡാമേജ്. അങ്ങോട്ട് പോടാ ചെല്ലക്കണ്ണ, അങ്ങോട്ട് പോട്ടാ. വീടണം അതിൻ്റെ മനെ അടിക്കാറിയില്ല. അടിച്ചെങ്കിൽ ചിലപ്പോൾ അപ്പുറത്തേക്ക് പോയാലേ തെറിച്ചിട്ട്. കഷ്ടകാലങ്ങളാണ്, പറയാൻ പറ്റില്ല.
നമുക്ക് ഈ ഒരു ബ്ലോക്കും കൂടി അടിയിലേക്ക് ഒലിച്ച് വരുന്ന വെള്ളത്തിന് എന്താക്കണേന്നല്ലേ എന്നാൽ കറക്റ്റായിരുന്നു. എന്തായാലും നമുക്ക് ഇതിൽ കയറി ബ്ലോക്കിൻ്റെ മേലെ ഇനി അവിടെ സ്ലാബ് വെച്ചിട്ട് ഒരു തലത്തിൽ കറക്റ്റ് മൊബൈലിലാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. പിന്നെ വേറൊരു സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ എടുക്കണം. അതൊക്കെ പർച്ചേസ് ചെയ്ത് പക്ഷേ എടുക്കാൻ വേണ്ടി ഒരു നമ്മുടെ ഡ്രീമിൽ തന്നെ 2 സംഭവങ്ങളാണ് ഞാൻ അച്ചീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. യൂട്യൂബിൽ സംഭവമല്ല, യൂട്യൂബിൽ പൈസ കിട്ടാനായിട്ടില്ല. നമ്മുടെ ഞാൻ പാർട്ട് ടൈം ഒരു ജോബിൽ പോയിട്ട് 2 ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള ഫോണിൻ്റെ ഹൈക്ക് Z3 5G ആണ്. അതിൻ്റെ ഒരു സൈഡ് ഡിസ്പ്ലേ പോയി ഇടയ്ക്ക് സ്ക്രീൻ റെക്കോർഡ് എടുക്കുമ്പോഴൊക്കെ ഫുൾ ബ്ലാക്ക് സ്ക്രീനാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവും. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇടയ്ക്ക് റെക്കോർഡ് ചെയ്താകുമ്പോൾ കുഴപ്പമില്ല. അങ്ങനെയാണ് സംഭവം. അല്ലാണ്ട് ഇത് ഫുൾ ടൈം നമുക്ക് എടുക്കുമ്പോൾ എന്തോ ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ എന്താ കാണിക്കുന്നുണ്ട്, ഫുൾ ബ്ലാക്ക് ആവുകയാണ്. അറിയില്ല എന്താണ്, ഇതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പുതിയ ഒരു സാധനം മേടിച്ചു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇടാം. എടുത്തിട്ട് 1 മാസം ആവാറായി. അപ്പോൾ ബോക്സിലാക്കിയിട്ട് അതുപോലെ അൺബോക്സിങ് വീഡിയോ എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ മുമ്പ് കാണാം. ഉറങ്ങി എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ നേതറൊക്കെ ഒന്ന് കാണിക്കാണ്ട്, പിന്നെ സ്ഥലങ്ങൾ കാണിക്കാണ്ട്, നമ്മുടെ സ്റ്റോൺ മൈനിയാണ് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് കാണിക്കാണ്ട്. ഇതൊരു ഐലൻഡാണ്. ഈ ഐലൻഡിൻ്റെ ഒരു ഭാഗ്യമാണ്, സത്യം പറയാലോ, ഒരു അടിപൊളി ഭാഗ്യമാണ് ഐലൻഡ്. നിങ്ങൾക്ക് കാണിച്ചു തരാം അതൊക്കെയാണ്. അപ്പം ഇങ്ങനെ വഴി, കൃഷിയുടെ വഴി ഇങ്ങനെ ഇറങ്ങിയാൽ ജസ്റ്റ് ഇത് കാണാം. എന്തെങ്കിലും നമുക്കറിയാം. ഇതിൻ്റെ നായല്ലേ, കാണാണ്ടായ നായ. ഗൈസ്, ഞാൻ ഇതിന് കുതിരയുടെ പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കിയിരുന്നു. നെതറിൻ്റെ ഈ കൂടെ പോയിക്കൊന്നു ഞാൻ, പക്ഷേ ഞാൻ നെതറിക്ക് പോണത് കണ്ടില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അയ്യോ, ഇതിപ്പോൾ പൊട്ടിക്കും. ഈ സാധനം ഉള്ളതുകൊണ്ട് ജീവിക്കാൻ പറ്റാണ്ടാണ് അയക്കണേ. ഇതുള്ള കാരണം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ കുറച്ചാണ് ഇപ്പോൾ പൊട്ടിയെടുക്കുവാണ്. പൊട്ടിച്ച് വീണ്ടും അറിയണ്ടല്ലോ. അയ്യോ, നമ്മുടെ നെതർ പോർട്ടിൽ കത്തിപ്പോയി. നമ്മുടെ നെതർ പോർട്ടിൽ കത്തിപ്പോയടാ. അല്ല, നെതർ പോർട്ടലിൽ ചാർജ് ചെയ്ത് കത്തിപ്പോയടാ. ഇനി എന്നെ പണ പോയേ. കുഴപ്പമില്ല, നമുക്ക് ഐഡിയസ് ഉണ്ട്. നമ്മുടെ ഈ വാട്ടർ റോക്കറ്റ് കൂടെ ഒഴിച്ചിട്ട് ഒരു സ്ലാബ് എടുത്ത് തരാം. വുഡ് കൂടുന്ന എന്തുകൊണ്ട് ഭാഗ്യം. നമ്മൾക്ക് 100 ആയിരിക്കും. ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും സ്പോണോ ഒന്ന് ചത്തിട്ട് ഇതാക്കിയില്ലേ, ഈ ബോക്സൊക്കെ ഉണ്ടാക്കി വെറുതെ നമുക്ക് പിന്നെ 100 ആയിരിക്കുകയാണ്. അത് കാരണം കുഴപ്പമില്ല. നെതറിൽ കുറേ വിശേഷം കാണിക്കാണ്ട്, അതൊക്കെ ഇനി പിന്നെ കാണിക്കാം. അവരെ കൊള്ളുമ്പോൾ കാണിക്കാം. അയ്യോ, പെട്ടെന്ന് ലൈറ്റ് ഇത്രേ ഉള്ളൂ. നമുക്ക് ഐഡിയ ചേഞ്ച് യുവർ ലൈഫ്. നമുക്ക് ബുദ്ധി ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പട്ടിയെ എടുത്തിട്ട് വീട്ടിലേക്ക് പോവാം. നീക്ക് പൊട്ടി
പട്ടി പട്ടിക്കുട്ടിയെ പട്ടിയെ ചിന്താരൻ ചുക്കിട്ട് പൊക്കിട്ട് പൊങ്ങലി മേലെ ഞാൻ കാശില്ല മേലെ ഇതെന്താ വരാത്ത അവിടെ പൊട്ടിച്ചിഞ്ഞ് വരും വാടാ. ഇപ്പം എന്താ നെതർലാണെങ്കിലേ ദേഷ്യട്ട് പിടിക്കുക ഇറച്ചിട്ട് പിടിക്കുക ഇങ്ങോട്ട് വാടാ കേട്ടാ ഇങ്ങോട്ട് വാടാ. ഇടങ്ങി ഇറച്ചി കാണിച്ചിട്ട് പിന്നില്ലെങ്കിൽ ലേശിട്ടിട്ട് തന്നെ പിടിക്കുക. അതോ ചാൻസ് ഇല്ല, അതോ നല്ലത്. ഇറ്റ്സ് വെരി അനോയിങ്. ഓക്കെ ഗൈസ്, അങ്ങനെ അത് ഓവൻ ഇങ്ങനത്തെ സമയത്തുണ്ട്. ഇവൻ എങ്ങനെയെങ്കിലും അങ്ങോട്ട് കയറ്റണം. തള്ളു പോടാ അപ്പുറത്ത് വീട്ടിലോട്ട് പോടാ. നിങ്ങൾക്ക് നെതറിൽ പോയില്ല. ഓക്കെ അവൻ പോയി. ലീശ അപ്പുറത്തേക്ക് പോവാ. അയ്യോ വീണ്ടും പോയാ. ശരിടാ ഇവിടെ കാണാനില്ലല്ലോ. എത്താത്ത കാണായിട്ടാണ് എന്തോ. ഈ ചെറുക്കനെ കൊണ്ട് ഇതെന്തോ ഇങ്ങോട്ട് വരാത്ത. ഓക്കെ നിഞ്ച നമ്മുടെ ഡോഗ് ടെലിപ്പോർട്ടാവും നമ്മുടെ അടുത്ത്. നമുക്ക് എന്തായാലും ഫുഡ് കൊടുക്കാം. കുറേ കണ്ടിട്ട് 56ാമത്തെ ദിവസം കാണണ്ടായിരുന്നു തോന്നുന്നു. 85ാമത്തെ ഇവനെ കൊന്നിട്ട് എനിക്ക് ഫുഡ് തരടാ. കൊല്ലം പറഞ്ഞപ്പോൾ ലവ് അടിക്കുന്നോടാ. ഇത് നായ പന്നീനെ ലവ് അടിക്കുന്നു. സീരിയസ്ലി നമ്മുടെ കമ്പനിയെ കുറച്ച് റെഡിയാക്കാനുള്ള കുറച്ച് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. അതാണ് വീഡിയോ ഒന്ന് പോസ്റ്റ് ആക്കിയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് സൺറൈസും ഇതും കാണാനുള്ള രീതിയിൽ ഉണ്ടാക്കാം. അതാകുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. ഓക്കെ ഇവിടെ ആകുമ്പോൾ സൺറൈസും കാണാം സൺസെറ്റും കാണാം. ഇവിടെ സൺറൈസ് എല്ലാവരും കാണാറ്. സൺറൈസ് കാണാം. എന്താ പറയുക, സൺ ഡൗൺ, പിന്നെ സൺ ഊപ്പർ, എന്തൊക്കെ പറയുന്നത് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പം ഇന്നത്തെ ദിവസം കൂടി കിടന്നിട്ട് എന്തായാലും ഈ വീഡിയോ ഉണ്ടാക്കാം. ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും കുറച്ച് സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ തമ്പനയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. തമ്പന അടിപൊളിയായിട്ട് ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹം. തമ്പനും കൂടി എടുത്തിട്ട് വേണം ഇനി നമുക്ക് വീഡിയോ ഇതാക്കാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സുഖം ഇരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോനായിട്ട് ബെല്ലൈക്കൺ കൂടി അടിക്കുക. അത്ര എഫേർട്ട് ഇടുന്നില്ല. ഒരു ലൈക്ക് കുറച്ച് 2-3 ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചെറിയതാണെങ്കിലും നമുക്ക് ഇതാവും. ഓക്കെ ബൈ ഗായ്സ്, ഇറ്റ്സ് മീ.